ട്രാൻസ്ഫോമേഴ്സ് 1 ഡയറക്റ്റഡ് ബൈ ജോഷ് പോളി. ആദ്യം തന്നെ മനസ്സിലാക്കിയത് ഒരു ആനിമേറ്റഡ് മൂവിയാണ്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് സിനിമ കാണാൻ വേണ്ടി പോവുക. ഓക്കെ, അത് ചിലവർ ലൈവ് ആക്ഷൻ സാധനമാണെന്ന് വിചാരിച്ചിട്ടൊക്കെ പോയവരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയണത് ഇത് ആനിമേറ്റഡ് മൂവിയാണ്. അപ്പോൾ പക്ഷെ അതൊക്കെ പോട്ടെ, സിനിമ എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിഡിലാൻ പടം. ഞാൻ ഇതിന്റെ ചില ഓഡിയൻസ് റിയാക്ഷൻ ഞാൻ ഇതിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഓഡിയൻസ് റിയാക്ഷൻ ഇത് തിയേറ്ററിൽ നിന്ന് വരുമ്പോൾ ഒപ്പീനിയൻ പറയുന്ന സംഭവം ഉണ്ടല്ലോ. അപ്പൊ അത് ഞാൻ കേട്ടിരുന്ന സമയത്ത് കുഴപ്പമില്ല ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനെ ഒന്നല്ല പടം. പടം കിടിലം പടമാണ്, നല്ല എൻഗേജിങ് ആണ്. ലാഗ് എന്ന് പറഞ്ഞ സാധനം എനിക്ക് തീരെ എവിടെയും ഫീൽ ചെയ്തിട്ടില്ല. കാരണം പ്രത്യേകിച്ച് ഇന്റർവെല്ലൊക്കെ ആവണ ഇന്റർവെല്ലിൽ തന്നെ സിനിമ നിർത്തുമല്ലോ, ഇവരുടെ നിർത്തലാണല്ലോ സിനിമ. ആ സിനിമ നിർത്തുന്ന സഞ്ചേ എന്ന് പറഞ്ഞിട്ടാണ്. കാരണം അത് ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ ഇരുന്ന് കാണാം. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒപ്റ്റിമസ് പ്രൈമിന്റെ അതേപോലെ തന്നെ മെഗാട്രോണിന്റെ ഒക്കെ ചൈൽഡ്ഹുഡ് ഡേയ്സ് ആണ് ഇതിൽ കാണിക്കുന്നത്. അവിടെ നിന്നാണ് ഇങ്ങനെ സിനിമ തുടങ്ങുന്നത്. അതായത് ട്രാൻസ്ഫോമേഴ്സ് ഫ്രാഞ്ചൈസിന്റെ മുന്നേ നടന്നിട്ടുള്ള സംഭവങ്ങൾ, അതാണ് ഈ ഒരു സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പ്രീക്വൽ ആയിട്ട് വരുന്ന സംഭവങ്ങളാണ്. പക്ഷെ ഈ ഒരു സിനിമന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3D വെറുതെയാണ്. ഇത് എവിടെയെങ്കിലും നിങ്ങൾക്ക് പോണ 2D കാണാനുള്ള ഓപ്ഷൻ നിങ്ങൾ പോണ തിയേറ്ററിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ 2D കാണണമെന്നല്ല, വെറുതെ കണ്ണട വെച്ചിരുന്നിട്ട് അതിനകത്ര ഒന്നുമില്ല. അങ്ങനെ 3D കാണുമ്പോൾ അല്ല ഒരു വൗ ഫാക്ടർ ഒന്നും ഇല്ല. ഇപ്പൊ ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ ഒക്കെ നമ്മൾ കാണുന്ന സമയത്ത് സിനിമ അതിനുള്ള ഉണ്ടായിരുന്നു. കാരണം വാൾ ഇങ്ങനെ എടുത്തൊക്കെ വരുന്ന ഇങ്ങനെ ക്ലോസപ്പ് ഷോട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ അത് അങ്ങനെ ഒന്നും ഇതിലില്ല. ഇത് വെറുതെ ഒരു 3D ആക്കിയാണ് തോന്നുന്നത്. 2D കണ്ടാൽ തന്നെ ധാരാളമാണ്. എവിടെയും 3D സംഭവങ്ങൾ 3D ആണ് കാണുന്നത്. സത്യം പറഞ്ഞാൽ ഇത് 3D ക്ലാസ് നമ്മൾ വെച്ചിട്ടുണ്ടെന്നുള്ള തന്നെ മറന്നു പോകും, ഉറപ്പാണ്. കാരണം അതിനത്ര ഇല്ല, 3D ക്കുള്ള സിനിമ ഇല്ല. പക്ഷെ പടം കിട്ടില്ല പടമാണ്. പ്രത്യേകിച്ച് ഒരു ഒപ്റ്റിമസ് പ്രൈം എന്താണ്, അല്ലെങ്കിൽ മെഗാട്രോൺ എന്താണ്, ആ ക്യാരക്ടർ എന്താണ് എന്നുള്ള ഒരു ബേസിക് ആയിട്ട് ഒരു അറിവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സിനിമ ഡെഫിനറ്റ്ലി കണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതേപോലെ തന്നെ ഇതിന്റെ ആനിമേഷൻ ക്വാളിറ്റി, ഇതിന്റെ BGM, ഇത് ചില സമയത്ത് വരുന്ന BGM ഒക്കെ ഗംഭീരമാണ്. അങ്ങനെ മൊത്തത്തിൽ സിനിമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ കുറെ ആനിമേറ്റഡ് മൂവീസ് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഒന്നാമത് ഇപ്പൊ എല്ലാവരും കണ്ടിരിക്കാൻ ചാൻസസ് ഉള്ള ആനിമേഷൻ മൂവീസ് തന്നെ ഞാനും കണ്ടിട്ടുള്ളൂ. ഇപ്പൊ ഐസ് ഏജ് അല്ലെങ്കിൽ ലയൺ കിങ്, ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ, കാഴ്സ്, ഇതൊക്കെ ഇങ്ങനത്തെ മൂവീസ് തന്നെ കണ്ടിട്ടുള്ളൂ. പക്ഷെ അതിനകത്ത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, ഞാൻ കണ്ടതിൽ വെച്ചിട്ട് വൺ ഓഫ് ദി ബെസ്റ്റ് ആനിമേറ്റഡ് മൂവിയാണ്, വൺ ഓഫ് ദി ബെസ്റ്റ് സ്ക്രിപ്റ്റഡ് മൂവിയും കൂടിയാണ്. കാരണം പൊതുവേ ഈ ട്രാൻസ്ഫോമേഴ്സ് ഫ്രാഞ്ചൈസിൽ വരുന്ന മിക്ക മൂവീസിൽ ഭയങ്കര റൈറ്റിംഗ് ആവും. മനസ്സിലായി, ഭയങ്കര റൈറ്റിംഗ്. ആ ഒരു റൈറ്റിംഗ്, ആ ഒരു ക്വാളിറ്റി ഈ ഒരു സിനിമയിൽ നിലനിർത്തിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ട്രാൻസ്ഫോമേഴ്സ് ഫ്രാഞ്ചൈസിൽ നടന്നു പോയിട്ടുള്ള സ്റ്റോറി ഉണ്ടല്ലോ, അത് കുറച്ചും കൂടി ഡീപ്പർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഈ ഒരു സിനിമ കാണുന്ന സമയത്ത്. കാരണം ഇതിൽ സ്പോയിലർ അല്ല എന്നാലും പറയാം, പക്ഷെ നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. കാരണം ഈ റിവ്യൂ തന്നെ ലേറ്റ് ആണ്. ഈ മെഗാട്രോണും ഒപ്റ്റിമസ് പ്രൈമും കുട്ടിക്കാലത്ത് ഫ്രണ്ട്സ് ആയിരുന്നു. അത് എത്രത്തോളം വലിയ വില്ലനും ഇത് ഒപ്റ്റിമസ് പ്രൈം പിന്നെ എത്രത്തോളം വലിയ നായകനാവും എന്നുള്ളത് ട്രാൻസ്ഫോമേഴ്സ് കണ്ടിട്ടുള്ള ലൈവ് ആക്ഷൻ മൂവീസ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാലോ. അപ്പൊ ഇതിന്റെ ഈ ഒരു ചൈൽഡ്ഹുഡ് ഡേയ്സ് ഇങ്ങനെ തുടങ്ങി, അവിടെ നിന്ന് ഇങ്ങനെ വന്ന് പിന്നെ ഈ മെഗാട്രോണിന്റെ ഈ സ്വഭാവം ഇങ്ങനെ മാറി, ഒപ്റ്റിമസ് പ്രൈം എങ്ങനെ ഒപ്റ്റിമസ് പ്രൈം ആവണ് എന്നുള്ളൊക്കെ കുറച്ച് സാധനങ്ങൾ ഉണ്ട്. അതിന്റെ ക്ലൈമാക്സിനോടൊക്കെ അടുക്കുമ്പോണ്ടല്ല ആള് കുറഞ്ഞു പോയി. ഒറ്റയ്ക്ക് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയ പ്രാന്തന്മാരെ പോലെ. അതുകൊണ്ടാണ് കൈയടിക്കാനുള്ള ചാൻസസ് ഒക്കെ പോയി. ശരിക്ക് ഈ ഒരു പടം നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് കാണണം. തിയേറ്റർ മസ്റ്റ് വാച്ച് ആണ് ഈ സിനിമ. പക്ഷെ ട്രാൻസ്ഫോമേഴ്സിന്റെ ബാക്കിയുള്ള ലൈവ് ആക്ഷൻ മൂവീസ് കണ്ടിട്ടുണ്ടാവണം ഇൻ ദി സെൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒപ്റ്റിമസ് പ്രൈം എന്താണ്, മെഗാട്രോൺ എന്താണ്, ക്യാരക്ടറിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സിനിമ ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ തരാൻ പോണ ഗൂസ് ബംസിന് ഒരു കണക്കുണ്ടാവില്ല. പ്രത്യേകിച്ച് തീരണ ഒരു സംഭവമുണ്ട് സിനിമ കണ്ട്. ഐ ആം ഒപ്റ്റിമസ് പ്രൈം എന്ന് പറഞ്ഞാണ് തീരണത് സിനിമ. മനസ്സിലായില്ല, അപ്പം കിട്ടണ ഗൂസ് ബംസ് ഉണ്ട്. പിന്നെ ഈ ഒപ്റ്റിമസ് പ്രൈം ആയി മാറുകയാണ്, ഒരു പ്രൈമായി മാറുകയാണ്. അപ്പൊ അതൊക്കെ എന്താണ് കാരണം നമ്മൾ ട്രാൻസ്ഫോമേഴ്സ് കാണുമ്പോൾ ഒപ്റ്റിമസ് പ്രൈം ആണ്, ഒരു വലിയൊരു ഒപ്റ്റിമസ് പ്രൈം റോബോട്ട്. അതെങ്ങനെയായി എന്നുള്ള ട്രാൻസ്ഫോമേഴ്സ് ലൈവ് ആക്ഷൻ മൂവീസിലൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അതാണ് ഈ സിനിമ എങ്ങനെ ഒപ്റ്റിമസ് പ്രൈം ആയി എന്നുള്ളതാണ് സിനിമ പറയുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ആക്ഷൻ സീക്വൻസ് ഒക്കെ കുറവാണെന്ന് വിചാരിക്കും. ആക്ഷൻ സീക്വൻസ് തുടക്കത്തിലൊക്കെ മറ്റേ ലൈവ് ആക്ഷന്റെ പോലെ അടി വെടി പുകയൊക്കെ കടക്കാൻ സമയം എടുക്കുന്നുണ്ട്. കാരണം ഇത് കുറച്ചും കൂടി സ്റ്റോറിക്ക് കുറച്ചും കൂടി ഒരു പ്രാധാന്യം കൊടുത്തിട്ടാണ് ഈ ഒരു ആനിമേറ്റഡ് മൂവി പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു സമയം സിനിമയിൽ എടുക്കുന്നുണ്ട്. പക്ഷെ ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ തന്നെ അടി വെടി പുകയൊക്കെ ക്ലൈമാക്സിനോട് എടുക്കുമ്പോഴൊക്കെ ഉണ്ട്. മനസ്സിലായില്ല. പിന്നെ ഒരു ഹ്യൂമൻ ഇമോഷൻസ് ഈ റോബോട്ടിനായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഒപ്റ്റിമസ് പ്രൈം എന്ന് പറഞ്ഞതും. ഏതൊരു ഇമോഷൻസ് ഉള്ള റോബോട്ടാണ് ഈ ലൈവ് ആക്ഷൻ മൂവീസ് തന്നെ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഇമോഷൻസ് അത് ചില ആൾക്കാർക്കൊന്നും പറ്റിയിട്ടില്ല. റോബോട്ടിന് എന്തിനാണ് ഇമോഷൻസ് കൊടുക്കുന്നത് ഇപ്പോഴാണ് ചോദിക്കുന്നത്. ട്രാൻസ്ഫോമേഴ്സും ലൈവ് ആക്ഷൻ മൂവീസിലും ഇമോഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഒപ്റ്റിമസ് പ്രൈം എന്ന് പറഞ്ഞ വലിയ റോബോട്ടോ ഹീറോ ആയി മാറുന്നതും മെഗാട്രോൺ ഒക്കെ വില്ലനായി മാറുന്നതും ബാക്കി വില്ലന്മാരൊക്കെ വരുന്നതൊക്കെ അത് ഇമോഷൻസ് ഉള്ളതുകൊണ്ട് തന്നെയാണ്. അപ്പൊ അത് ഇങ്ങനെ കുറെ കുറ്റങ്ങളും കുറവുകളും ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എന്താ അവസ്ഥ അതല്ല അറിയാം. പക്ഷെ ഞാൻ ട്രാൻസ്ഫോമേഴ്സ് ഫ്രാഞ്ചൈസിന്റെ തന്നെ ഒരു വലിയൊരു ഫാൻ ആയതുകൊണ്ട് തന്നെ ഈ ഒരു മൂവി എന്ന് പറയുന്നത് തീരെ എക്സ്പെക്ടേഷൻസ് ഇല്ലാതെ ഞാൻ കയറി കണ്ട ഒരു മൂവിയാണ്. പക്ഷെ അത് ഇറങ്ങുമ്പോൾ അതിൽ ചില അവസാനത്തൊക്കെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ തങ്ങിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ചില സംഭവങ്ങളൊക്കെ ഈ ഒരു മൂവി തന്നെ ഉണ്ട്. ഇപ്പൊ അങ്ങനത്തെ ഒക്കെ ഒരു സിനിമ കണ്ടത് ലയൺ കിങ് ഒക്കെ ഉള്ളൂ. അത് താരതമ്യം ചെയ്ത് പറയില്ല, ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നത് ലയൺ കിങ്ങിന് ശേഷം അങ്ങനെ കണ്ടിട്ടില്ല. അത് ഞാൻ അധികം ആനിമേറ്റഡ് മൂവീസ് കാണാത്തതുകൊണ്ടാണ്. ചിലപ്പോൾ അതിനേക്കാളും നല്ല മൂവീസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ടാവും. പക്ഷെ ട്രാൻസ്ഫോമേഴ്സിന്റെ ഒരു ഫ്രാഞ്ചൈസിന്റെ ഒരു ഫാൻ ആയിട്ടാണ് ഞാൻ ഈ ഒരു ആനിമേറ്റഡ് മൂവി തിയേറ്ററിൽ പോയി കാണാൻ തീരുമാനിക്കണം. തിയേറ്ററിൽ കാണാൻ ആദ്യത്തെ ആനിമേറ്റഡ് മൂവിയാണ് അത് ഞാൻ.
അപ്പോൾ ഭയങ്കര ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു സിനിമ എനിക്ക് പേഴ്സണലി തന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ എടുത്ത് പറയേണ്ടത് കുറെ ആൾക്കാർക്കൊക്കെ അതിൽ ഓറിയൻ പാക്സ് എന്ന് പറഞ്ഞ ക്യാരക്ടറിൽ അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എന്തോ ആയിക്കോട്ടെ. അപ്പൊ അത് ക്രിസ് ഹെംസ്വർത്ത് ആണല്ലോ ഇതിൽ, ഓപ്റ്റിമസ് പ്രൈമിന്റെ കുട്ടിക്കാലാണല്ലോ. അപ്പൊ ആ കുട്ടിക്കാലത്തിൽ ഡബ് ചെയ്തിട്ടുള്ളത് ക്രിസ് ഹെംസ്വർത്ത് ആണ്. പിന്നെ മറ്റേ ഒരു പെണ്ണ് റോബോട്ടിന് സ്കാർലറ്റ് ജോഹാൻസൺ ആണ്, മറ്റേ ബ്ലാക്ക് വീഡോ ആണ് ഡബിങ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഡബിങ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്രിസ് ഹെംസ്വർത്ത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്കൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മറ്റേ സൗണ്ട് ഇങ്ങനെ മനസ്സിൽ നിൽക്കും. കാരണം ഒപ്റ്റിമസ് പ്രൈമിന്റെ ഒരു ശരിക്കുള്ള ഡബ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ ആളെ പേര് പറഞ്ഞു. അപ്പോ എന്ന് പറഞ്ഞ ആളില്ലേ, ആ സൗണ്ട് തന്നെയാണ് നമ്മളെ മനസ്സിൽ എപ്പോഴും കേൾക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു പോരാ, അത് ക്രിസ്മസ് വർത്തിന്റെ പ്രശ്നമല്ല. പക്ഷെ നമ്മളിങ്ങനെ കാണുമ്പോൾ ആ സൗണ്ട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യണ പോലെ. പക്ഷെ ആ ഒരു ഒപ്റ്റിമസ് പ്രൈം എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ വേറൊരു സൈഡാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പൊ എന്തായാലും അതിന്റെ വോയിസ് മാറണം. നമുക്കൊക്കെ ഇപ്പൊ 9 കൊല്ലം മുന്നുള്ള സൗണ്ട് അല്ലല്ലോ അപ്പൊ. അപ്പൊ അതേപോലത്തെ ഒരു ജേർണി ആണ് ഒരു റോബോട്ടിന്റെ ജേർണി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സൗണ്ട് മാറ്റിയിട്ടുള്ളത്. പക്ഷെ ആ സൗണ്ട് ഭയങ്കരമായിട്ട് തിയേറ്ററിൽ മിസ് ചെയ്തു. ആ ഒരു വലിയൊരു സൗണ്ട് ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. പക്ഷെ അത് ക്രിസ്മസ് വർത്തിന്റെ പ്രശ്നമല്ല. അപ്പൊ ഡബിങ് കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ പഴയ സൗണ്ട് നമുക്ക് മിസ് ചെയ്യും ഒപ്റ്റിമസ് പ്രൈം സംസാരിക്കുന്ന സമയത്ത്. ആ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. പിന്നെ 3D വെറുതെ ആക്കി. 3D എന്ന് പറയാൻ മാത്രം ഒന്നുമില്ല. 3Dക്ക് അങ്ങനെ എന്തെങ്കിലും കുറച്ചും കൂടി ഇങ്ങനെ എടുത്തേക്ക് ഇങ്ങനെ വരുന്നൊക്കെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സീക്വൻസുകൾ ഇതിൽ ഇവർ ആഡ് ചെയ്യണം. എന്നിട്ട് അത് 3D ആക്കണം. ഇത് ഒന്നുമില്ല, ഒരു നോർമലായിട്ട് 2Dയിൽ ഇരുന്ന് കാണുന്ന മൂവി എങ്ങനെയാണ് അത് വെറുതെ ക്ലാസ് വെച്ച് കാണും, അത്രേ ഉള്ളൂ. ചിലപ്പോൾ അടുത്ത് കണ്ടപ്പോൾ ഡെഡ്പൂൾ ആൻഡ് വോൾവറിനിലൊക്കെ തന്നിട്ടുള്ള 3D എക്സ്പീരിയൻസിന്റെ പകുതി സിനിമക്കില്ല. അപ്പോൾ എവിടെയെങ്കിലും 2D കാണാൻ നിങ്ങൾ തിയേറ്ററിൽ, എനിക്ക് തിയേറ്ററിൽ 3D മാത്രമാണ് പ്ലേ ചെയ്യുന്നത്. 2D കാണാനുള്ള ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ 2Dയിൽ കണ്ടാൽ മതി. അത് 3Dക്ക് വെറുതെ കൂടുതലും പൈസ കൊടുത്ത് കയറേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ സിനിമ എന്തായാലും തിയേറ്റർ മസ്റ്റ് വായിച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് ട്രാൻസ്ഫോമേഴ്സ് ആ ഒരു ഫ്രാഞ്ചൈസിയിലുള്ള മൂവീസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. മറ്റേ ഒപ്റ്റിമസ് പ്രൈം എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇഷ്ടമാണ്. അങ്ങനെ ഏതൊരു വില്ലൻ ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിലും ബി ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏതൊരു ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആനിമേഷൻ ആണെന്നുള്ളത് ഒരു സമയം കഴിഞ്ഞാൽ നമ്മൾ മറക്കും എന്നുള്ളത് ഉറപ്പാണ്. തുടക്കത്തിൽ ഇപ്പോൾ ആനിമേറ്റഡ് മൂവീസിനോട് ഒരു താല്പര്യക്കുറവുണ്ടെന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ ഒരു കുറച്ച് സമയം മാത്രമേ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യണം. അതൊരു ആനിമേഷൻ മൂവി ആണല്ലോ എന്നുള്ളൊരു ചിന്ത. പിന്നെ അത് നിങ്ങൾ ആ സ്റ്റോറിയിൽ നിങ്ങൾ അധികം എൻ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ആനിമേറ്റഡ് മൂവിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ ഒന്നും ശരിക്കും ലൈവ് ആക്ഷൻ ഇരുന്ന് കാണുന്ന ഒരു ഫീൽ നിങ്ങൾക്ക് ഈ ഒരു സിനിമ കുറച്ച് കഴിഞ്ഞാൽ തരും. മനസ്സിലായി? അത് ആനിമേഷൻ ക്വാളിറ്റി ഒക്കെ പീക്ക് ലെവലാണ്. ഭയങ്കര ക്വാളിറ്റി തന്നെ അവർ ചെയ്തിട്ടുണ്ട്. വെറുതെ കുറെ ഇങ്ങനെ സ്റ്റെക്ക് ആയിട്ട് കാർട്ടൂൺ പോലത്തെ സാധനങ്ങളല്ല അത് ആനിമേഷന്. അത് ഭയങ്കരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ പറയുന്നത്, എങ്കിലും പറയുന്നത് ട്രാൻസ്ഫോമേഴ്സ് ഫ്രാഞ്ചൈസ് ഇഷ്ടമാണ്. ഒപ്റ്റിമസ് പ്രൈമിനെ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഗൂസ് ബംസ് തരാൻ പോണേ, ഗൂസ് ബംസോട് കൂടി തിയേറ്ററിൽ നിന്ന് ഇറങ്ങാൻ പോണേ ഒരു ഹൈ ക്വാളിറ്റി ആനിമേറ്റഡ് മൂവിയാണ് ട്രാൻസ്ഫോമേഴ്സ് 1 എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക. സനിടാക്സ് സൈനിങ് ഔട്ട്.